ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ഇന്റലിജൻസ് സംവിധാനമുള്ള കുഞ്ഞൻ രാജ്യം ഏതായിരിക്കും? ലോക ഭൂപടത്തിൽ ഒരു കുഞ്ഞു പൊട്ടുപോലെ മാത്രം കാണപ്പെടുന്ന ഒരു രാജ്യം, പക്ഷേ ലോകത്തെ വിറപ്പിക്കുന്ന ശക്തികളിലൊന്ന് ഇസ്രായേൽ. വെറും 22,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ചെറിയ രാജ്യം എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഇന്റലിജൻസ് സംവിധാനമായി മാറിയത്? ഇതൊരു അതിജീവനത്തിന്റെ കഥയാണ്. ചുറ്റും ശത്രുരാജ്യങ്ങൾ, ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭീതി. ഈ പ്രതിസന്ധികളെ ഇസ്രായേൽ നേരിട്ടത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് അവരുടെ ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ചാര സംഘടനയായ മൊസാദ്, ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റ്, സൈനിക ഇന്റലിജൻസ് ആയ അമൻ എന്നിവരാണ് ഈ കുഞ്ഞു രാജ്യത്തിന്റെ കാവൽക്കാർ. ഇസ്രായേലിന്റെ ഈ ശക്തിക്ക് പിന്നിലെ രഹസ്യം അവരുടെ വിദ്യാഭ്യാസ രീതിയാണ്. ഹൈസ്കൂൾ തലം മുതൽ തന്നെ കുട്ടികളിലെ പ്രതിഭയെ രാജ്യം തിരിച്ചറിയുന്നു. ഗണിതത്തിലും സയൻസിലും മികവ് പുലർത്തുന്ന മിടുക്കരായ കുട്ടികളെ അവർ സൈന്യത്തിന്റെ പ്രത്യേക വിഭാഗമായ യൂണിറ്റ് 8200 തെരഞ്ഞെടുക്കുന്നു. സൈബർ യുദ്ധമുറകളിലും സിഗ്നൽ ഇന്റലിജൻസിലും ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ പിറവിയെടുക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്നത് വെറുമൊരു രാജ്യമല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെയും വിവരശേഖരണത്തിന്റെയും ഒരു ഭീമൻ പരീക്ഷണശാല കൂടിയാണ്. സ്മാർട്ട് ഫോണുകളിലൂടെയും സാറ്റലൈറ്റുകളിലൂടെയും ലോകത്തിന്റെ ഏത് കോണിലും നടക്കുന്ന കാര്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ അറിയുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഈ സാങ്കേതിക മികവാണ് ഉള്ളത്. മൊസാദിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്നതാണ്. ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ശത്രുവിനെയും അവർ വേട്ടയാടും. ഇതിനായി അവർ ഉപയോഗിക്കുന്ന രീതികൾ അതിശയിപ്പിക്കുന്നതാണ്. ശത്രുവിന്റെ കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തുകയോ അതീവ രഹസ്യമായ ഓപ്പറേഷനുകളിലൂടെ ലക്ഷ്യം കാണുകയോ ചെയ്യുന്നത് മൊസാദിന്റെ പ്രത്യേകതയാണ്. ഉദാഹരണത്തിന്, ഒരു കാലത്ത് ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കാൻ സ്റ്റക്സ്നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ചത് സൈബർ ലോകത്തെ ചരിത്രമാണ്. ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ സാങ്കേതിക വിദ്യയിലൂടെ മാത്രം ഒരു രാജ്യത്തിന്റെ പ്രധാന പദ്ധതിയെ വർഷങ്ങളോളം പിന്നോട്ടടിക്കാൻ അവർക്ക് സാധിച്ചു. എങ്കിലും ഇത്രയേറെ കരുത്തുണ്ടായിട്ടും എല്ലാ കാലത്തും അവർ പരാജയപ്പെടാതിരുന്നിട്ടില്ല. നൂതനമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്കിടയിലും ചിലപ്പോൾ മനുഷ്യൻ നൽകുന്ന വിവരങ്ങൾ അഥവാ ഹ്യൂമൻ ഇന്റലിജൻസ് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാങ്കേതിക വിദ്യയെ മാത്രം വിശ്വസിക്കുന്നത് എപ്പോഴും സുരക്ഷിതമല്ലെന്ന പാഠവും ഇസ്രായേൽ ലോകത്തിന് നൽകുന്നു. ലോകത്തിലെ ഏതൊരു രാജ്യവും തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ആദ്യം നോക്കുന്നത് ഇസ്രായേലിലേക്കാണ്. ആധുനിക യുഗത്തിൽ യുദ്ധം ജയിക്കുന്നത് അതിർത്തിയിൽ മാത്രമല്ല, അത് വിവരശേഖരണത്തിലും സാങ്കേതിക വിദ്യയിലുമാണെന്ന് ഇസ്രായേൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞൻ രാജ്യത്തിന്റെ കരുത്ത് എന്നത് അവരുടെ അറിവും അത് പ്രയോഗിക്കാനുള്ള ധൈര്യവുമാണ്. അപ്പോൾ ഇസ്രായേലിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇസ്രായേലിന്റെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.